ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സബ്സ്പേസിൻ്റെ മോർ എക്സാമ്പിൾസ് നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. R2 ഈസ് എ വെക്ടർ. ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണ് R2 ഈസ് എ വെക്ടർ സ്പേസ് ഓവർ R. W1 ആയിട്ട് നമ്മൾ എടുക്കുന്നത് എക്സ് വൈകളുടെ കളക്ഷനാണ്. എക്സ് പ്ലസ് അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. നമുക്ക് കാണിക്കേണ്ടത് ഈ W1 സബ്സ്പേസ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. If W1 is a non-empty subset of R2 and C alpha plus beta belongs to W, then W1 is subspace. ഈ കണ്ടീഷൻ ഓർക്കുന്നുണ്ടോ? ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, നമുക്ക് കാട്ടിയാൽ മതി. നോക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ രണ്ട് എലമെന്റ്സ് എടുത്തു, എക്സ് വൈ എടുത്തു. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി പി ക്യൂ എടുത്തു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി പ്ലസ് ക്യൂ പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ എക്സ് പ്ലസ് പി എന്ന് കിട്ടും, ഇവിടെ വൈ പ്ലസ് ക്യൂ എന്ന് കിട്ടും. ഇനി ആ എക്സ് പ്ലസ് ഇവിടെ എക്സും വൈ ആയ കാരണം എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. അവിടെ വരുമ്പോൾ എക്സ് പ്ലസ് പി പ്ലസ് വൈ പ്ലസ് ക്യൂ പ്ലസ് 1 എന്നുള്ള രീതിയിലാവും വരിക. പക്ഷെ നമുക്ക് 0 കിട്ടില്ല. സോ അത് അണ്ടർ വെക്ടർ അഡീഷൻ ഇത് ക്ലോസ്ഡ് അല്ല നമുക്ക് കിട്ടും. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നോക്കാം. ഒരു കൗണ്ടർ എക്സാമ്പിൾ രീതിയിൽ നമുക്ക് കൊടുത്താൽ മതി. 1 മൈനസ് 2 എന്നുള്ള എലമെന്റ് എടുക്കുക W1 നിന്ന്. കാരണം അത് W1 ഉണ്ടാവും. എന്തുകൊണ്ടാണ്? 1 പ്ലസ് മൈനസ് 2 പ്ലസ് 1 ചെയ്താൽ 0 കിട്ടുമല്ലോ. അപ്പോൾ 1 മൈനസ് 2 W1 ഉണ്ട്. ഇനി അപ്പോൾ നമുക്ക് മനസ്സിലായി W1 നോൺ എംപ്റ്റി ആണ് നമുക്ക് കിട്ടി. പക്ഷേ ഈ W1 ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടോ? അതായത് 0 ഉണ്ടോ? ഇല്ല. കാരണം എന്താ? 0 ഉണ്ടാവണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷെ 0 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. 0 പ്ലസ് 1 ഈക്വൽ ടു 0 കിട്ടും. ഇല്ല. അപ്പം ഐഡന്റിറ്റി എലമെന്റ് ഇല്ല ഈ W1. ഐഡന്റിറ്റി എലമെന്റ് ഇല്ലെങ്കിൽ അതൊരു സബ്സ്പേസ് ആവില്ലല്ലോ R2ന്റെ. സോ ഇത് സബ്സ്പേസ് അല്ല, W1 സബ്സ്പേസ് അല്ല. രണ്ടാമത്തെ എക്സാമ്പിൾ W2 ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് വൈ വേർ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ വെക്ടർ സ്പേസ് നമ്മൾ R2 ഓവർ R തന്നെയാണ് എടുക്കുന്നത്. ഇനി W2 നോക്കാം. 0 W2 കാരണം എന്താ? 0 ഈക്വൽ ടു 0 സ്ക്വയർ ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 0 W2 W2 നോൺ എംപ്റ്റി ആണ്. ഇത് സബ്സ്പേസ് ആണോ നോക്കാം. അപ്പോൾ ആൽഫ ബീറ്റ നമ്മൾ W2 നിന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആൽഫനെ നമുക്ക് x1 y1 കൊടുക്കാം. അപ്പോൾ y1 ഈക്വൽ ടു x1 സ്ക്വയർ ഈ കണ്ടീഷൻ പ്രകാരം. ബീറ്റയെ നമുക്ക് x2 y2 കൊടുക്കാം. അപ്പോൾ y2 ഈക്വൽ ടു x2 സ്ക്വയർ. സി ബിലോങ്സ് ടു എഫ് എടുത്തു. ഇനി സി ആൽഫ പ്ലസ് ബീറ്റ ഈ W2 ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ സി ഇൻറ്റു ആൽഫ എന്താണ്? x1 y1 പ്ലസ് ബീറ്റ എന്താണ്? x2 y2 ആണ്. അപ്പോൾ സി ഇൻറ്റു x1 y1 എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സി x1 x2 സി y1 പ്ലസ് y2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ നോക്കുക. എങ്ങനെയാണ്? നമുക്ക് ഇവിടെ എക്സ് വൈ എടുത്തപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താവണം? സി y1 പ്ലസ് y2 ഈക്വൽ ടു സി x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കാണിക്കാൻ പറ്റണം. അപ്പോൾ സി x1 പ്ലസ് x2 ഹോൾ സ്ക്വയർ നോക്കാം. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക c1 x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് 2c x1 x2 ആണ്. c1 ഇല്ല കേട്ടോ, c x1 സ്ക്വയർ c സ്ക്വയർ x1 സ്ക്വയർ എന്നേ ഉള്ളൂ, c1 ഇല്ല. അപ്പോൾ ഇനി നോക്കുക c സ്ക്വയർ y1 പ്ലസ്, കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു x1 സ്ക്വയർ y1 ആണെന്ന്. x1 സ്ക്വയറിന്റെ സ്ഥാനത്ത് y1 കൊടുക്കുക, x2 സ്ക്വയറിന്റെ സ്ഥാനത്ത് y2 കൊടുക്കുക, അങ്ങനെ മാറ്റി എഴുതുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് ഈക്വൽ ടു സി y1 പ്ലസ് y2 എന്ന് കിട്ടും ആണല്ലോ. അതുകൊണ്ട് സി ആൽഫ പ്ലസ് ബീറ്റ W2 ഇല്ല. സോ W2 എന്താണ്? ഒരു സബ്സ്പേസ് അല്ല. W2 ഈസ് നോട്ട് എ സബ്സ്പേസ്. ഇനി W3 ordered pair xy x into y greater than or equal to 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൈകളുടെ കളക്ഷൻ. ഇനി നോക്കുക, 0 W3 ഉണ്ടോ?
ഉണ്ട്. കാരണം എന്താ, 0 ഇൻറ്റു 0 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. എക്സ് ഇൻറ്റു വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. 0 കിട്ടി, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 0 W3യിലുണ്ട്. W3 നോൺ എം ടി ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആൽഫ ബീറ്റ എടുത്തു W3യിൽ നിന്ന്. അപ്പോൾ ആൽഫയെ നമുക്ക് x1 y1 എന്ന് കൊടുക്കാം. ഓർഡേഡ് പെയർ ബീറ്റ x2 y2 ഇങ്ങനെ കൊടുക്കാം. ഈ W3യിൽ ഉണ്ട് പറയുമ്പോൾ x1 ഇൻറ്റു y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. x2 ഇൻറ്റു y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ബീറ്റയുടെ കേസിലും. ഇനി സി ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുക. അപ്പോൾ നമുക്ക് സി x1 പ്ലസ് x2 സി y1 പ്ലസ് y2 എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ് ഇൻറ്റു വൈ ഇവിടെ അപ്പോൾ സി x1 പ്ലസ് x2 ഇൻറ്റു സി y1 പ്ലസ് y2 അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ഇനി അപ്പോൾ നമ്മളതിനെ ഇൻറ്റു ചെയ്യുകയാണ്. ഇൻറ്റു ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് സി x1 സി y1 പ്ലസ് സി x1 y2 പ്ലസ് x2 y1 പ്ലസ് x2 y2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ, അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സംഭവം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സി ആൽഫ പ്ലസ് ബീറ്റ W3യിൽ ഉണ്ടാവും. അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യം ഈ ടേം നോക്കാം. x1 y1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സി 2 തവണ വരുന്നത്, അതായത് സി സ്ക്വയർ ആണ്. അപ്പം സി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും ഈ ടേം സി x1 സി y1 അതായത് സി സ്ക്വയർ x1 y1 എന്തായാലും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ തന്നെ ഈ ടേം x2 y2 അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ടേമും ലാസ്റ്റത്തെ ടേമും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഈ രണ്ട് ടേംസ് സി x1 y2ഉം അതേപോലെ തന്നെ x2ഉം y1ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ W3 ഈ ടേം, അതായത് ഈ ഇക്വേഷൻ, അതായത് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഈ സംഭവം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. എല്ലായ്പ്പോഴും അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെന്നില്ല. സോ W3 ഈസ് നോട്ട് സബ്സ്പേസ്. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ W3യിൽ ഉണ്ടാവില്ല, അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ. അതുകൊണ്ട് W3 ഈസ് നോട്ട് എ സബ്സ്പേസ്. അടുത്ത എക്സാമ്പിൾ W4 കളക്ഷൻ XY, X ഈസ് എ റാഷണൽ നമ്പർ. എക്സ് റാഷണൽ നമ്പർ ആയിട്ട് വരുന്ന XYകളുടെ കളക്ഷൻ. ഇത് സിമ്പിളായിട്ട് നമുക്ക് പറയാം സബ്സ്പേസ് ആവില്ല എന്ന് നമുക്ക് പറയാം. കാരണം എന്താ, നമ്മളൊരു XY W4ൽ നിന്ന് എടുത്തു. ഏത് XY ആണ് നമുക്ക് എടുക്കണ്ടേ? നമുക്ക് 21 എന്നെടുക്കാം. 21 എടുത്തു. ഇവിടെ 2 എന്താ, റാഷണൽ നമ്പർ ആണല്ലോ. 2 റാഷണൽ നമ്പർ ആണ്. പക്ഷേ നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ √2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുക 2√2 എന്നാണ്. 2√2. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്താ, 2√2 ആണ്. 2√2 റാഷണൽ നമ്പർ ആണോ? അല്ല. അപ്പോൾ ആ 2√2 ഇവിടെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഇത് ക്ലോസ്ഡ് അല്ല. സോ W4 എന്താണ്, സബ്സ്പേസ് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ C = √3 എടുത്തു എന്ന് വിചാരിക്കാം. XY W4ലുണ്ട്. അപ്പോൾ √3 × XY എടുത്താൽ നമുക്ക് കിട്ടുക എന്താണ്, √3x √3y ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കോർഡിനേറ്റ് റാഷണൽ നമ്പർ ആവണമെന്ന കണ്ടീഷൻ ഉണ്ട്. √3x റാഷണൽ നമ്പർ ആവും? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് റാഷണൽ ആയിട്ട് മാറും. സോ W4 സബ്സ്പേസ് അല്ല എന്ന് നമുക്ക് കിട്ടും. ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതി. അതായത് 21 എടുത്തു. 21 എടുത്തിട്ട് അതിനെ √2 കൊണ്ടോ √3 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൾ ഇവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മതി. സോ W4 സബ്സ്പേസ് അല്ല. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. M3 ഓഫ് R. എന്താണ് M3 ഓഫ് R? 3/3 മെട്രീസസ് ഓവർ Rന്റെ കളക്ഷൻ ആണ്. സോ W1 ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എന്താണ്, സിമെട്രിക് മെട്രിസസുകളുടെ കളക്ഷനാണ്. അതായത് A belongs to M3 of R, A transpose equal to A. സിമെട്രിക് മെട്രിക്സുകളുടെ കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ W1 ഈസ് നോൺ എം ടി ആണ്. കാരണം എന്താ, സീറോ മെട്രിക്സ് W1ൽ ഉണ്ടായിരിക്കും. കാരണം 0 ട്രാൻസ്പോസ് ഈക്വൽ ടു 0 തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊരു നോൺ എം ടി ആണ്, നമുക്ക് കിട്ടി. ഇനി നോക്കാം. എയും ബിയും W1ലുണ്ട്.
അപ്പോൾ എന്താണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ആണ്. നമുക്ക് എന്ത് കാണിക്കണം? സി എ പ്ലസ് ബി W1 കാണിക്കണം. അതായത് സി എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുത്താൽ സി എ പ്ലസ് ബി തന്നെ വരുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി. നോക്കുക, സി എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? സി എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. സി ഇൻറ്റു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഓക്കെ, ഇനി എന്താണ്? സി എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു സി ഇൻറ്റു എ ട്രാൻസ്പോസ് എ തന്നെയാണ് പ്ലസ് ബി ട്രാൻസ്പോസ് ബി തന്നെയാണ്. ഇവിടെ നമുക്ക് അറിയാം. സോ സി എ പ്ലസ് ബി W1 കാരണം എന്താ? സി എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു സി എ പ്ലസ് ബി ആണ്. അപ്പോൾ W1 ഈസ് എ സബ് സ്പേസ് ആണ്. ഓക്കെ, ഇനി 7th എക്സാമ്പിൾ സ്ക്യൂ സിമെട്രിക് മെട്രിസസുകളാണ്, അതിൻ്റെ കളക്ഷനാണ്. അതും നമുക്ക് എന്താണ് കിട്ടും? സബ് സ്പേസ് ആണ് നമുക്ക് കിട്ടും. അത് നിങ്ങൾ നോക്കിയാൽ മതി. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ കണ്ടീഷൻ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആയിരിക്കണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് ആണെങ്കിൽ അതിനെ നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. സോ അതിൻ്റെ കളക്ഷൻ എടുത്താലും അതെന്തായിരിക്കും? സബ് സ്പേസ് ആയിരിക്കും M3 ഓഫ് ആറിൻ്റെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു തിയറം അല്ല, നോട്ടായിട്ട് നോക്കിപ്പോകും. W1 ആൻഡ് W2 ടു സബ് സ്പേസസ് ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ W1 പ്ലസ് W2ഉം സബ് സ്പേസ് ആയിരിക്കും ബിയുടെ. ഈ W1 പ്ലസ് W2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ആൽഫയാണ്. വേർ ആൽഫ എന്താണ്? ആൽഫ 1 പ്ലസ് ആൽഫ 2 ആണ്. ഇവിടെ ആൽഫ 1 W1ലും ആൽഫ 2 W2യിലാണ്. ഇങ്ങനത്തെ എലമെന്റ്സുകളുടെ കളക്ഷനാണ് W1 പ്ലസ് W2യിൽ ഉണ്ടാക്കുക. ഇത് സബ് സ്പേസ് ആയിരിക്കും വീട്. നോക്കാം, 0 ഇതിലുണ്ടായിരിക്കുമല്ലോ, കാരണം 0 W1ലുണ്ട്, 0 W2യിലുണ്ട്. രണ്ടും വീടെ സബ് സ്പേസ് ആണ്. അപ്പോൾ 0 പ്ലസ് 0 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ 0 തന്നെയല്ലേ. സോ 0 ഈ കളക്ഷനിലുണ്ട്. അപ്പോൾ ഇത് നോൺ എം ടി ആണ്, W1 പ്ലസ് W2. ഇനി ആൽഫ ബീറ്റ നമ്മൾ W1 പ്ലസ് W2 എന്ന് എടുക്കുക. സി ബിലോങ്സ് ടു എഫ് ആണ്. അപ്പോൾ ആൽഫ ഈ ഫോമിലായിരിക്കും, ആൽഫ 1 പ്ലസ് ആൽഫ 2 ഒരു ആൽഫ 1 W1ഉം ആൽഫ 2 W2. ബീറ്റ നമുക്ക് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 എന്ന് എഴുതാം, ബീറ്റ 1 W1 ബീറ്റ 2 W2. സോ ആൽഫ 1ഉം ബീറ്റ 1ഉം W1ലുണ്ട്. അപ്പോൾ സി ആൽഫ 1 പ്ലസ് ബീറ്റ 1 W1ലുണ്ട്, ആൽഫ 2ഉം ബീറ്റ 2ഉം W2ലുണ്ട്. അപ്പോൾ സി ആൽഫ 2 പ്ലസ് ബീറ്റ 2 W2ലുണ്ട്. ഇനി ഈ സി ആൽഫ 1 പ്ലസ് ബീറ്റ 1ഉം സി ആൽഫ 2 പ്ലസ് ബീറ്റ 2ഉം ആഡ് ചെയ്താൽ അത് W1 പ്ലസ് W2ലുണ്ടായില്ലേ? ഓക്കെ, ഇനി ഇത് W1 പ്ലസ് W2ലുണ്ടാകും. സോ സീനെ ഔട്ട് സൈഡിൽ എടുക്കുക. അപ്പോൾ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ബിലോങ്സ് ടു W1 പ്ലസ് W2. ഈ ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്താണ്? ആൽഫയാണ്. ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ബീറ്റയാണ്. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ W1 പ്ലസ് W2ലുണ്ടെന്ന് കിട്ടി. സോ എന്താണ്? W1 പ്ലസ് W2 ഒരു സബ് സ്പേസ് ആണ് എന്ന് നമുക്ക് കിട്ടി. ആരുടെ? വീടെ സബ് സ്പേസ് ആണെന്ന് കിട്ടി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു.